ഉത്തർപ്രദേശ് എന്ന ആയുധം കയ്യിൽ ഉള്ളിടത്തോളം കാലം രാഹുലും കോൺഗ്രസും ചുമ്മാതെയിരിക്കില്ല. BJP ഒന്ന് തലപൊക്കിയാൽ അപ്പോൾ തന്നെ ഉത്തർപ്രദേശ് എന്ന കരുവിനെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കും. ആ നീക്കുപോക്കിൽ BJP തളർന്നു വീഴുകയും ചെയ്യും. ഉത്തർപ്രദേശിലെ കോൺഗ്രസിന് ഊർജം പകരുന്നത് പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാവുമായ രാഹുൽ ഗാന്ധിയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 3 തവണയാണ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലേക്ക് എത്തിയത്. ഇത് കോൺഗ്രസിനും നേതാക്കൾക്കും താഴെത്തട്ടിലെ പ്രവർത്തകർക്കും നൽകുന്ന ഊർജം ചെറുതല്ല. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷിന്റെ കൈപിടിച്ച് സംസ്ഥാനത്ത് മിന്നും വിജയം നേടിയ രാഹുൽ ഉത്തർപ്രദേശിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിന്നുമാണ് വിലയിരുത്തൽ. അമേഠിയിൽ പരാജയപ്പെട്ടതിന് ശേഷം സംസ്ഥാനവുമായി രാഹുൽ കുറച്ചുകാലം അകലം പാലിച്ചിരുന്നു. മികച്ച വിജയം നേടിയെടുത്തതിന് ശേഷം സംസ്ഥാനത്തെ രാഹുൽ ശ്രദ്ധിക്കുന്നതിൽ പ്രവർത്തകരും നേതാക്കളും സന്തോഷത്തിലാണ് താനും. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയായിരുന്നു ഉത്തർപ്രദേശിലുള്ള രാഹുലിന്റെ ആദ്യ വരവ്. ധന്യവാദ് സഭയുമായിട്ടാണ് രാഹുൽ എത്തിയത്. അമ്മ സോണിയാഗാന്ധി ഏൽപ്പിച്ച റായ്ബറേലി അടക്കം BJP കേന്ദ്രങ്ങളെ ഞെട്ടിപ്പിക്കുന്ന വിജയമായിരുന്നു കോൺഗ്രസ് സംസ്ഥാനത്ത് നേടിയത്. ഇതിന് പിന്നാലെയായിരുന്നു വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് രാഹുൽ ആദ്യം ഉത്തർപ്രദേശിലെത്തിയത്. ഹത്രാസ് ഇരകളെ സന്ദർശിക്കാനായിരുന്നു രാഹുലിന്റെ രണ്ടാം സന്ദർശനം. ബോലെ ബാബ എന്നറിയപ്പെടുന്ന സൂരജ് പാൽ എന്ന ആൾ ദൈവത്തിന്റെ പരിപാടിക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഹത്രാസിന് രാഹുലിന്റെ സന്ദർശനം ആശ്വാസമായിരുന്നു. സാധ്യമായ എല്ലാ വഴികളിലും തങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായിരുന്നു ഹത്രാസിൽ നിന്നുമുള്ള രാഹുലിന്റെ മടക്കം. വിവിധ സാമൂഹിക വിഭാഗങ്ങളുമായും യോഗം വിളിച്ചുകൂട്ടിയാണ് രാഹുൽ മൂന്നാമതും ഉത്തർപ്രദേശിലേക്ക് എത്തിയത്. വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിനായുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഈ യോഗത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് വിവരം. 2019 അമേഠിയിലെ തോൽവിക്ക് പിന്നാലെ ഗാന്ധി കുടുംബത്തിലെ രാഷ്ട്രീയ ഇടമായ ഉത്തർപ്രദേശിൽ 5 വർഷത്തിനിടെ രാഹുൽ എത്തിയത് വെറും 3 തവണ മാത്രമായിരുന്നു. ആ ഇടത്തേക്കാണ് ഒരു മാസത്തിൽ 3 തവണ രാഹുൽ എത്തുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ UPയുടെ പങ്ക് അതിനിഷേധമായതിനാൽ തന്നെയാകാം രാഹുലിന്റെ നീക്കമെന്നാണ് വിലയിരുത്തൽ. 2024 ലോക്സഭാ ഫലം കോൺഗ്രസിന് നഷ്ടപ്പെട്ട ഇടം വീണ്ടെടുക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രസക്തമായി തുടരണമെങ്കിൽ രാഹുലിന്റെ ഈ ഇടപെടൽ നിർണായകമാണ്.